സപ്തശൃംഗി ടെമ്പിൾ ഭഗവാൻ ശിവന്റെ ആദ്യ ഭാര്യയായിരുന്ന സതീദേവി ആത്മാഹുതി ചെയ്ത സമയത്ത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വന്ന് വീണ സ്ഥലമാണ് സപ്തശൃംഗി എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം സപ്തശൃംഗി മാതാ എന്ന പേരിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സപ്തശൃംഗിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് അതിമനോഹരമാണ്. വലിയ വലിയ മലനിരകൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകാനുള്ള വഴിയൊരുക്കിയിരിക്കുന്നത്. മൺസൂൺ സമയങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ കോടയിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പോകുന്ന വഴിയിലൊക്കെ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാരാഷ്ട്രയിലെ വളരെ പ്രശസ്തവും അതിമനോഹരവുമായിട്ടുള്ള ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സപ്തശൃംഗി അമ്പലത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മുടെ കേരള ടു മഹാരാഷ്ട്ര സോളോ ബൈക്ക് റൈഡിന്റെ എപ്പിസോഡ് 12ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ വണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. സലീമക്കയുടെ കൂടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. സലീമക്കയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ സപ്തശൃംഗി എന്നുള്ളൊരു വളരെ ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ടെന്നും ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴി അടിപൊളി റൂട്ടാണെന്നും പുള്ളി പറഞ്ഞു. സലീമക്ക ബിസിനസ്സായിട്ട് കുറച്ച് തിരക്കായിരുന്നുകൊണ്ട് പുള്ളി എനിക്ക് വേറെ ഒരാളെ എൻ്റെ കൂടെ പറഞ്ഞയച്ചു. അതാണ് സാക്ഷാൽ അനിൽ ബായി. നമുക്ക് അനിലേട്ടാന്ന് വിളിക്കാം. അനിലേട്ടൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല ആൾക്കാരുമായിട്ട് നല്ല കണക്ഷനുണ്ട്, നല്ല പിടിപാടുള്ള ആളും കൂടിയാണ്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി പറഞ്ഞത്, വലത്തേക്ക് റോഡ് കാണിച്ചിട്ട് പറഞ്ഞു ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലം വരുന്നുണ്ട്, നല്ല വൈബുള്ള ഭംഗിയുള്ളൊരു അമ്പലമാണ്, അവിടെയും കൂടി ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ഓഫ് റോഡാണ്, ചെളിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും പതിവ് പോലെ തന്നെ ധാരാളം കൃഷിഭൂമി തന്നെയാണുള്ളത്. മുന്നിൽ കാണുന്ന ആ വലിയൊരു മലയുടെ ചരിവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ചെറിയ കുറ്റിക്കാടും കയറി നമ്മൾ നേരെ മുന്നോട്ടെത്തുന്നത് അമ്പലത്തിന്റെ മുന്നിലേക്കാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അനിൽ ഭായ്. ആള് മഹാരാഷ്ട്രക്കാരനായതുകൊണ്ട് തന്നെ മലയാളം ഒരു തരി പോലും അറിയില്ല. എനിക്കറിയാവുന്ന ഹിന്ദി വെച്ച് തൽക്കാലത്തേക്ക് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. കണ്ടിട്ടില്ലേ, വളരെ ചെറിയൊരു അമ്പലമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയും ശിവൻ തന്നെയാണ്. അനിൽ ഭായ് അവരുടെ രീതിയിലും അവരുടെ ആചാരങ്ങളിലും ഉള്ള പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കാവ് പോലെയൊക്കെയാണ് ശരിക്കും ഈ ഒരു അമ്പലം കാണാനുള്ളത്. ചുറ്റോട് ചുറ്റും മറ്റു ദേവതകളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാഗദേവങ്ങളുണ്ട്, ചെറിയൊരു അമ്പലക്കുളമുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ അവിടുത്തെ ആ ഒരു കാഴ്ചകളെ കണ്ട് അവിടുന്ന് പുള്ളി തൊഴുതിറങ്ങി ഞങ്ങളിനി നേരെ സപ്തശൃംഗിക്ക് പോവുകയാണ്. മെയിൻ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ്. ഇനി സപ്തശൃംഗിക്ക് തിരിയുന്നിടത്തത് വരെ നല്ല റോഡാണ്. മൊത്തത്തിൽ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഹൈ റേഞ്ച് കയറുന്ന പലയിടങ്ങളിലും റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് റോഡ് മോശമുണ്ടെന്നല്ലാതെ വേറെ ഓവറോൾ അടിപൊളി റോഡാണ്. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിക്ക് ഈ വഴിക്ക് വന്നപ്പോൾ ക്രോസ് പുലി ചാടിപ്പോയെന്ന്. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പുലിയും ചീറ്റയും ഒക്കെ. നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്തു പോകാൻ പറ്റുന്ന കിട്ടിലെ റോഡായിരുന്നു. ഈ ഒരു സ്ഥലം എത്തുന്നതോട് കൂടിയിട്ട് ഇവിടുന്ന് വലിയ ബോർഡ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലേക്ക് ഇതേപോലെ സപ്തശൃംഗിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കും ഈ അടുത്ത് തന്നെയാണ് അമ്പലം എന്ന്. അല്ല, ഹൈ റേഞ്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ താമരശ്ശേരി ചുരം കയറുമ്പോൾ അടിവാരം എത്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇവിടെ. ഇവിടുന്ന് ഇനി ആ കാണുന്ന മല മൊത്തം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും എനിക്ക് വേറെ ഒരു ചെക്കിങ്ങും ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അനിൽ ഭായ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും പുള്ളീനെ അറിയാം. അങ്ങനെ നമ്മൾ ഹെയർ പിൻ ബെൻഡുകൾ കയറാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഇവിടുന്ന് ഈ ഒരു മലയുടെ കട്ടിങ്ങിലൂടെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്.
പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെ തന്നെ റോഡ് സൈഡിലായിട്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എത്തിയപ്പം റോഡ് പണി നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിവിടെ വണ്ടി കുറച്ചു നേരം നിർത്തിയിടേണ്ട വന്നു. കാരണം ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, വണ്ടി അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ നമ്മളെ ഡ്രോൺ അങ്ങോട്ട് പൊക്കി. അത് വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു. ഇവിടുത്തെ ഈ ഒരു റോഡിന്റെ വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഈ ഒരു ആംഗിളിലുള്ള വ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നിൽക്കുന്നത് എങ്ങനെയുള്ളൊരു സ്ഥലത്താണെന്നുള്ള കാര്യം. കറക്റ്റ് മല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ചരിവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ ഈ ഒരു റൂട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ദൂരെ ആ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. അതൊന്ന് അടുത്ത് പോയി കണ്ടേക്കാന്ന് കരുതി ഡ്രോൺ അങ്ങോട്ട് വിട്ടു. വിചാരിച്ച പോലെയല്ല, ഏറെക്കുറെ 2 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിലേക്ക്. ശരിക്കും എനിക്ക് ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം അങ്ങ് പോയി കിട്ടും. അങ്ങനെ നമ്മുടെ പ്ലാനൊക്കെ തെറ്റുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നീട് ഒരു ദിവസം ഇവിടെ വന്നിട്ട് എന്തായാലും ഈ ഒരു ഏരിയ മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. അനിൽഭായി ഇവിടെ നിന്നുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ കോളും പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ട്രാഫിക് ഒക്കെ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ അടുത്ത ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ശരിക്കും ഇതൊക്കെ അടിപൊളി സ്ഥലമാണ്. പക്ഷെ നമുക്കൊരു ഇഷ്യൂ പറ്റിയത് കംപ്ലീറ്റ് മഴയും കോടയായി പോയിട്ട് പല സ്ഥലത്തുനിന്നും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി. കണ്ടില്ലേ എന്ത് രസമുള്ള സ്ഥലമാണെന്ന്. പക്ഷെ കുറച്ച് നേരെ കാണാൻ പറ്റുള്ളൂ, അപ്പത്തേക്ക് കംപ്ലീറ്റ് കോട വന്ന് മൂടിപ്പോയി. ശരിക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സോൺ കൂടിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള ഓഫ് റോഡ് വെഹിക്കിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് കാട്ടിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ അവിടുന്ന് നേരെ പോവാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് പെരും മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴ. മഴയ്ക്ക് പുറമെ ഭീകര കോടയും, റോഡൊന്നും കാണുന്നില്ല. ശരിക്കും ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല എന്നാണ് അനിൽഭായ് പറഞ്ഞത്. കാരണം അവിടെയും കംപ്ലീറ്റ് കോടയായിരിക്കും. അമ്പലത്തിൻ്റെ പുറമൊന്നും എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ കയറി എടുക്കാമെന്ന് മാത്രം പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, വേറെ വഴിയൊന്നുമില്ല, നമ്മൾ പോയിട്ട് എടുത്തേ പറ്റുള്ളൂ എന്നിട്ടാണ് നമ്മളിവിടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു റൂട്ടും ഈ ഒരു എക്സ്പീരിയൻസും വേറെ ലെവലായിരുന്നു. കാരണം അത്രയും തണുപ്പത്ത് അത്രയും ഉയരത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അത്രയും മഞ്ഞും മഴയും കൊണ്ടിട്ട് സപ്തശൃംഗി അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കയറുന്ന അവിടെ തന്നെയാണ് നമുക്ക് ബൈക്ക് വെക്കാനുള്ള സ്പേസ് ഉള്ളത്. അവിടെ ബൈക്ക് വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. സപ്തശൃംഗി അമ്പലത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ട്രാമുകൾ. അമ്പലം സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാനുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയാണ് ഈ ട്രെയിൻ സൗകര്യം ഉള്ളത്. 90 രൂപയാണ് അഡൾട്ട്സിന്, അതേപോലെ തന്നെ 45 രൂപയാണ് ചിൽഡ്രൻസിന് വരുന്നത്, മുകളിലേക്ക് കയറാനും തിരിച്ചിറങ്ങാനും വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഈ ഒരു എൻട്രൻസ് കൂടെ ഉള്ളിൽ കയറിയിട്ട് വേണം നമുക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും നമ്മൾ വള്ളിയൂർക്കാവ് അമ്പലത്തിലൊക്കെ പോയൊരു ഫീലാണ്. അതായത് നിറയെ കടകളാണ് ഉള്ളിൽ.
ഒരുപാട് പട്ടുതുണികളും അതേപോലെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ, സ്വീറ്റ്സ്, കുങ്കുമം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അടുത്ത ചെക്കിങ്ങും കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്, ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും അനിൽഭായിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പുള്ളീൻ്റെ പുറകെ അങ്ങ് പോയാൽ മാത്രം മതി, ബാക്കി മൊത്തം കാര്യങ്ങൾ പുള്ളി നോക്കിക്കോളും. ഇവിടെ നമ്മൾ നമ്മളെ ചെരുപ്പ് ഊരി കൊടുക്കണം, കാരണം ചെരുപ്പ് ഇട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. മുന്നോട്ട് നടന്ന് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാനുള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് ഈ ട്രെയിനിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെട്രോ പോലത്തെ സെറ്റപ്പാണ് ഉള്ളത്, നല്ല നീറ്റാണ്. ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കയറി താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു പേടിയാവും, നല്ല കുഴിയാണ് താഴേക്ക് കാണുക. അങ്ങനെ നമ്മുടെ ട്രെയിന് മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ, കാരണം നേരെയല്ല കുത്തനെ മുകളിലേക്കല്ല, ചരിഞ്ഞാണല്ലോ ഈ സാധനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ വേറെ എന്തോ ഒരു സാധനത്ത് കയറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നൊരു ഫീലായിരുന്നു. വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം വലിയൊരു മല തന്നെയായിരുന്നു അത്. ഈ ട്രെയിൻ ഇല്ലായിരുന്നെങ്കിൽ അത്യാവശ്യം നമ്മൾ നടന്ന് മടുത്തേനെ. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ചറപറ വീഡിയോ എടുക്കുകയാണ്, കാരണം ഈ ഒരു സെറ്റപ്പ് വേറെ എവിടെയും ഇല്ലല്ലോ. ഒരേ സമയത്ത് 2 ട്രെയിനുകൾ മുകളിലേക്കും താഴേക്കും പോകും. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് പീക്ക് പോയിന്റിൽ പോവുക. അങ്ങനെ സ്ലോലി നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി കറക്റ്റ് സ്റ്റെപ്പിന് സ്ഥലത്ത് വന്നിട്ട് ഇത് ഡോർ ഓപ്പൺ ചെയ്യും, നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മാത്രം മതി. ഓഫ് സീസൺ ആയിരുന്നിട്ട് പോലും, ഇടദിവസം ആയിരുന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന്. ട്രെയിൻ ഇറങ്ങി പിന്നെയും കുറച്ചുകൂടി മുകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. നേരത്തെ കണ്ട ഒരു വലിയ മല മൊത്തത്തിൽ തുരന്നു മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും സപ്തശൃംഗി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പം ഈ മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം ശരിക്കും ഈ താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ഇവിടെയാണ് ശ്രീകോവിൽ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ പ്രതിഷ്ഠയാണ് സതീദേവിയുടെ സപ്തശൃംഗി മാത എന്നുള്ള രൂപം. കംപ്ലീറ്റ് ആയിട്ട് പാറയുടെ ഉള്ളിൽ തുരന്നാണ് ആ ഒരു ശ്രീകോവിൽ നിലനിൽക്കുന്നത്. അങ്ങനെ അനിൽഭായ് അവിടെ നിന്ന് തൊഴുതിറങ്ങി നേരെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന സ്ഥലത്തുള്ള പെയിന്റ് പണികളൊക്കെ പുള്ളിയാണ് ചെയ്തതെന്ന്. ശ്രീകോവിലിൻ്റെ അടുത്ത് നമ്മൾ നേരെ വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇറങ്ങുന്ന വഴിയിലൊക്കെ നിറയെ അനിലേട്ടൻ്റെ ഫ്രണ്ട്സാണ്. പുള്ളി അവിടുന്ന് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടി ട്രെയിനിൽ കയറിയിട്ട് നമ്മുടെ ബോഗിയിൽ കയറിയിരുന്നു. ട്രെയിൻ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു ഫീല്, ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്നതുകൊണ്ടേ. പുറത്തേക്ക് നോക്കിയേ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്, കംപ്ലീറ്റ് കോടയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു ട്രെയിൻ യാത്രയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീണ്ടും ഹോളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹോളിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് കടകളുണ്ട്. അതിൽ സ്വീറ്റ്സ് വിൽക്കുന്ന കടകളിൽ ഈ ചേട്ടന്മാരൊക്കെ നമ്മുടെ അനിൽഭായിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എണ്ണം വെറുതെ എടുത്ത് തന്നു. കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ഓൾറെഡി ഷുഗർ ഡയറ്റിലായിരുന്നുകൊണ്ട് അധികം കഴിച്ചില്ല. പക്ഷെ കഴിച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അപാര ടേസ്റ്റ് ആയിരുന്നു.
ഇവിടെ എത്തിയപ്പം ഈ ഒരു എക്സിറ്റ് ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എവിടെയും വേറെ കണ്ടിട്ടില്ല. ഇഫ് യു ആർ ഹാപ്പി വിത്ത് us ടെൽ അതേഴ്സ്, ഇഫ് നോട്ട് ടെൽ us. കിട്ടില്ലല്ലേ? ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അത് മറ്റുള്ള എല്ലാവരോടും പറയുക, ഇനി നിങ്ങൾ ഹാപ്പി അല്ല എങ്കിൽ അത് ഞങ്ങളോട് പറയുക. കിട്ടില്ല ഒരു കൊട്ടേഷൻ അല്ലേ? എന്തായാലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു എക്സിറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ആ ഒരു ഹോളും ക്രോസ് ചെയ്ത് മുറ്റത്തെത്തിയപ്പോഴാണ് ദാ നമ്മുടെ ഈ സപ്തശൃംഗി അമ്പലത്തിൻ്റെ മെയിൻ മാനേജ്മെൻ്റ് ആണ് ഈ നിൽക്കുന്നത്. അനിലേട്ടൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാവരും എന്നെ പരിചയപ്പെടാനും കാണാനും വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. केरला यूट्यूब में आएगा. अच्छा केरला यूट्यूब में ये भेज देंगे ना हमको. हाँ भेज दें. ആ നടുക്ക് നിൽക്കുന്ന ആളാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പ്, ആ ഒരു മൊത്തം ഗ്രൂപ്പിനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു സ്വീകരണം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയില്ല എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ശിവന്റെ അമ്പലം. ശിവന്റെ ഒന്നാമത്തെ ഭാര്യയാണ് സതീദേവി എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ദക്ഷന്റെ മകളായിരുന്നു സതീദേവി. ദക്ഷന് പണ്ടേ ശിവനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ശിവനെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിട്ട് ദക്ഷൻ ഒരു യാഗം നടത്തുകയാണ്. ആ യാഗമാണ് ദക്ഷയാഗം എന്നറിയപ്പെടുന്നത്. അതിൽ ശിവനെ ക്ഷണിക്കുകയുണ്ടായില്ല. പക്ഷേ തൻ്റെ പിതാവ് നടത്തുന്ന യാഗം കാണാൻ വേണ്ടിയിട്ട് സതീദേവിക്ക് ആഗ്രഹം ഉണ്ടാകുകയും അതേപോലെ തന്നെ ശിവനോട് അനുവാദം ചോദിക്കുകയും ചെയ്തു. എന്നാൽ ശിവൻ പറഞ്ഞു പോകണ്ട, അത് അപമാനിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞെങ്കിലും ആ വാക്കിന് വില കൊടുക്കാതെ സതീദേവി യാഗത്തിന് പോവുകയാണ്. എന്നാൽ വിചാരിച്ച പോലെ തന്നെ ചെന്നപ്പോൾ ശിവനെ അടക്കം എല്ലാവരും ദക്ഷൻ യാഗസ്ഥലത്ത് വെച്ചിട്ട് അപമാനിക്കുകയാണ് ചെയ്തത്. ആ ഒരു സങ്കടം മനസ്സിൽ തോന്നിയിട്ട് താൻ കാരണമാണല്ലോ ശിവനെ ഇങ്ങനെ അപമാനിതനാവേണ്ടി വന്നതെന്ന് ആലോചിച്ചിട്ട് സതീദേവി സ്വയം അഗ്നിയിലേക്ക് എടുത്ത് ചാടിയിട്ട് ആത്മാഹുതി ചെയ്യുകയാണ് ചെയ്തത്. ആ ആത്മാഹുതി ചെയ്തപ്പോൾ സതീദേവി ഭൂമിയിലേക്ക് പതിച്ച സ്ഥലമാണ് ഈ സപ്തശൃംഗി അമ്പലം. ഏറെക്കുറെ ഐതിഹ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അടുത്തൊരു സംഭവം നടന്നത്. കേരളത്തിൽ നിന്ന് വന്ന് സപ്തശൃംഗി മാതയുടെ അമ്പലം ഷൂട്ട് ചെയ്തതിന്റെ ബഹുമാനാർത്ഥം അവരെന്നെ ആദരിക്കുകയാണ്. പകച്ചു പോയെന്റെ ബാല്യം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്വീകരണം ഉണ്ടാവുന്നുള്ള കാര്യം. പിന്നെ എന്തായാലും കാപ്പി കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അവർക്ക് ഒരേ നിർബന്ധം. നല്ല തണുപ്പായിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാപ്പിക്ക്. അങ്ങനെ സംഭവബഹുലമായ ഒരു യാത്രയ്ക്ക് ശേഷം അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വനിയിലേക്ക് പോരുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ സർപ്രൈസിങ് ആയിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും. നമുക്കൊരു VIP ട്രീറ്റ്മെൻറ്റ് കിട്ടുക, ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക്, കേരളത്തിൽ നിന്ന് വന്നൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് വളരെ വലിയ രീതിയിൽ നമ്മൾ ആദരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഈ കോടമഞ്ഞിൻ്റെ ഉള്ളിലൂടെ നമ്മൾ തിരിച്ച് ചുരമിറങ്ങുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്ന ചുരമൊക്കെ കംപ്ലീറ്റ് മഴ പെയ്ത് നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും നല്ല അനുഭവങ്ങൾ തന്ന അനിൽ ഭായിക്ക് സ്പെഷ്യൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് വണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരെ ഞാൻ കയറിയത് വണ്ടി കഴുകാൻ വേണ്ടിയാണ്. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ആകെ 50 രൂപയുള്ളൂ എന്നുള്ളതാണ്. 2 പേര് നിന്ന് നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി കഴുകുന്നത്. നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത് തന്നെ 200 രൂപയ്ക്കാണ്. ബുള്ളറ്റ് എന്ന് പറയുമ്പം 250-300 രൂപ വാങ്ങുന്ന കടകൾ വരെ എറണാകുളത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവർക്കത് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇവിടെ വെറും 50 രൂപയുള്ളൂന്നേ. റൂമിലെത്തിയപ്പോഴത്തേക്ക് ഷാനവാസൊക്കെ കുക്ക് ചെയ്ത് പൊളിക്കുകയായിരുന്നു. സ്വാമി തണുപ്പത്ത് കിടുകിടാനെന്താ ഇന്ന് സത്യം ഇന്ന് തന്നെ പിടിച്ച് സ്വാമി ആക്കിയില്ലെന്നുള്ളൂ. ഇല്ല അങ്ങോട്ടില്ല. മനോജ് സ്വാമിന് അതെ ഉള്ളുള്ള വാള. അങ്ങനെ തണുപ്പത്ത് നല്ല ചൂടുള്ള ഫുഡും കഴിച്ച് നേരെ അതവിടെ കിടന്നുറങ്ങി.
നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഗുജറാത്തിൽ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ടുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകേണ്ടതാണ്. അപ്പം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനു ശങ്കർ സൈനിങ് ഓഫ്.